ഫ്രഞ്ച് പ്രതിപക്ഷ നേതാവായ ലേപ്പനിന് കോടതി നൽകിയ ശിക്ഷ കേട്ടാൽ നമുക്ക് ചിരി വരും. കാലിൽ ഒരു ആംഗിൾ ടാഗ് അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ചങ്ങല ഇട്ട് നടക്കണം എന്നാണ് കോടതി പറഞ്ഞത്. ഈ മറൈൻ ലേപ്പൻ എന്ന വ്യക്തി യൂറോപ്യൻ പാർലമെന്റ് അംഗമായിരിക്കുന്ന സമയത്ത് അവരുടെ പാർലമെന്റ് അസിസ്റ്റന്റുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി വലിയ ഫണ്ടുകൾ അനുവദിച്ചിരുന്നു. യൂറോപ്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള ശമ്പളമാണ് ഇങ്ങനെ ഇവർ നൽകിയിരുന്നത്. എന്നാൽ ലേപ്പൻ ചെയ്തത് അവരവരുടെ സുഹൃത്തുക്കളെയും പാർട്ടിക്കാരെയും എല്ലാം ചേർത്തുകൊണ്ട് അവരുടെ എല്ലാം പേരിൽ ഈ ഫണ്ട് എഴുതിയെടുത്തു. ഇത് അവസാനം പിടിവീണു. കുറ്റം തെളിഞ്ഞതോടെ ഇവരുടെ ശിക്ഷ അവരെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതല്ല, വീട്ടുതടങ്കലാണ്. ഈ വീട്ടുതടങ്കൽ എന്ന് പറയുന്നത് ഈ പട്ടിയൊക്കെ തൊടലിട്ട് വീട്ടിലിടത്തില്ല, അതുപോലത്തെ ഒരു തരം തടങ്കലാണ് കോടതി വിധിച്ചത്. അതായത് കാലിൽ ആംഗിൾ ടാഗ് ധരിക്കണം. ഈ കാൽച്ചങ്ങലയ്ക്കുള്ളിൽ GPS ട്രാക്കറുണ്ട്. ഈ ട്രാക്കറിലൂടെ 24 മണിക്കൂറും പോലീസിന് ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. കോടതി നിശ്ചയിച്ച സമയം കഴിഞ്ഞോ അതല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടൻ പോലീസ് സ്റ്റേഷനിൽ അലാറം മുഴങ്ങും. അതിനാൽ സ്വയം അഴിക്കാനോ കട്ട് ചെയ്യാനോ ഒക്കെ നോക്കിയാൽ പോലും പോലീസ് സ്റ്റേഷനിൽ അലാറം മുഴങ്ങും. പോലീസുകാർ ഉടൻ തന്നെ വീട്ടിലെത്തും. ഇനി കുളിക്കാൻ പോകുമ്പോൾ പോലും ഇത് കാലേ നൂരാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വെള്ളമൊന്നും കയറുകയില്ല, അതുകൊണ്ട് ഇതിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. ഈ തള്ള അടുത്ത തവണ ഫ്രഞ്ച് പ്രസിഡന്റായിട്ട് മത്സരിക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസം. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ ഏണ്ടൊക്കെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പട്ടിത്തൊടൽ ഇട്ടുകൊണ്ട് അവരിനി പ്രചരണത്തിന് ഇറങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാത്രിയൊന്നും പ്രചരണത്തിനോ പ്രസംഗത്തിനൊന്നും പോകാൻ കഴിയില്ല, പോക്കും. വിദേശത്തൊക്കെ അഴിമതിയൊക്കെ നടത്തുന്നവർക്കുള്ള ശിക്ഷ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാടൊക്കെ ആ കാര്യത്തിൽ എത്രയോ ഭാഗ്യവാന്മാരാണ്. എന്തുമാത്രം അഴിമതിയും മോഷണവും കൊലപാതകവും നടത്താനുള്ള അവസരമാണ് ഇവിടെ തെളിഞ്ഞ് കിടക്കുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രീയക്കാർ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നതും ഇക്കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്.